സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കി എല്ലാ ദിവസവും ഹോളിഡേ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കി എല്ലാ ദിവസവും ഹോളിഡേ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കി എല്ലാ ദിവസവും ഹോളിഡേ. ഒന്ന് കണ്ടു നോക്കാം. ഒന്നും കൂടി ചെയ്യാല്ലേ? ഹലോ, ആ ബ്രോ, ഞാൻ പുതിയ വർക്കിലാണ്. ഇത് പൊളി സാധനമാണ്. വൈകുന്നേരം റിലീസ് ചെയ്യും. ആ, അത് ഞാൻ കണ്ട്. അതെ, അവന് നമ്മുടെ ഫോളോവേഴ്സിനെ കണ്ടിട്ടുള്ള കുരുവാണ്. ഞാൻ ആവശ്യത്തിന് കൊടുത്തരുന്നുണ്ട്. നീ ഒന്ന് പൊളിച്ചേരവനാ, ഒന്ന് വൈറലാകട്ടെ. നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ മാത്രമേ ഇവൻ വന്ന് തോണ്ടുള്ളൂ. ആ, കൊടുത്തേര്. അതെ, നീ പുതിയത് ഏതാ ചെയ്യണ? ആ, അത് നല്ലതാണ്. ആ, ഞാൻ വിളിക്കാം. അച്ഛൻ വന്ന് സീൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. വിളിക്കാം കേട്ടാ. എന്താടാ ഇതിനകത്ത്? നിന്നോട് ആ റേഷൻ കടയിൽ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് നേരെ എത്ര? എന്ത്? എടാ, റേഷൻ കടയിൽ പോയിട്ട് അരിയും മണ്ണെണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോന്ന്. എന്നോടാ? പിന്നെ ഞാൻ ആരോട് പറയണം? അച്ഛ, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് കിട്ടിയാണ് ഞാൻ. എന്നോട് പോയി റേഷൻ കടയിൽ പോയി അരി മേടിക്കാൻ പറയണ അച്ഛൻ എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ? ആ, ടിക്ടോക്ക് ആർട്ടിസ്റ്റ് പാരിക്കുട്ടൻ. ഇന്ന് കേരളം മുഴുവൻ തിരിച്ചറിയണ ഒരു പേരാണത്. ആര്, നീയോ? ഇല്ല, അച്ഛൻ. എടാ, ഞാൻ പിന്നെ എന്താ വേണ്ടത് നിനക്ക് വേണ്ടിയിട്ട്? ഞാൻ റേഷൻ കടയിൽ പോയിട്ട് അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വെച്ച് വിളമ്പി തരണോ നിനക്ക്? ആ, അത് ഇവിടെ ഒരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ കുഴപ്പമൊന്നും അച്ഛനോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ? അച്ഛനൊന്നും ഇങ്ങോട്ട് മൂളിത്ത ഐശ്വര്യ റായിനെ വെല്ലണ പെൺകുട്ടികളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരും. ആ, ഇനിയിപ്പോ ഒരു വേലക്കാരത്തെയും കൂടെ കൊണ്ടുവന്നിട്ട് അവൾക്കും കൂടെ ഞാൻ ശമ്പളം കൊടുക്കണം. വേലക്കാരത്തിയാ? അച്ഛന്റെ മരുമോളായിട്ട് കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മരുമോളോ? മരുമോളെ കൊണ്ടുവരാൻ പറ്റിയൊരു കോലം. എന്താ ഈ കോലത്തിന് ഒരു കുഴപ്പം? എടാ, കോന്ത, ആദ്യം പോയിട്ട് ഒരു 10 ഉറുപ്പ്യ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുപോവാ, എന്നിട്ട് കല്യാണത്തെ പറ്റി ആലോചിക്ക്. അല്ലാതെ നീ ഒരുത്തി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൾക്കും കൂടെ ഞാൻ ചെലവിന് കൊടുക്കേണ്ടി വരില്ലേ? അച്ഛൻ ഇപ്പോഴും എന്റെ വില മനസ്സിലാക്കാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കണ. ആരാധക ശല്യം കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കണത്. എന്തോരം സിനിമാക്കാരെന്നെ വിളിക്കണ്ടെന്ന് അറിയാമോ? ആ, വിളിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ, പ്രയോജനമൊന്നുമില്ലല്ലോ. അത് 3 പടം എന്റെ കയ്യിൽ വന്നപ്പോഴാണ് ഈ ലോക്ക്ഡൌൺ വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് എവിടെ നിൽക്കണ്ടേന്നറിയോ? നീ എവിടെ നിൽക്കണം? നീ ആരാവും സിനിമയിൽ? മമ്മൂട്ടിയോ? എന്റെ ബോൺ ടാലന്റ് വെച്ച് നോക്കാൻ നേരത്ത് ഞാൻ എവിടെ കിടക്കണ്, മമ്മൂട്ടി എവിടെ കിടക്കണ്? അച്ഛനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ നിന്ന് കഥ പറയാതെ പോയി അരി മേടിക്കാൻ നോക്ക്. എനിക്ക് ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്.